ഹലോ ബഡീസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം. ഞാനൊരു ഓണം അറ്ററിലാണ് അല്ലേ, നമുക്ക് തോന്നുന്നില്ലേ? മുല്ലപ്പൂ എന്താ വെക്കാഞ്ഞെന്ന് ചോദിച്ചാൽ മുല്ലപ്പൂ ഞാൻ വാങ്ങിയിരുന്നു, പക്ഷേ എനിക്ക് നല്ല പനിയുണ്ട്. അപ്പോൾ എനിക്ക് സഫോക്കേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് സംസാരിക്കുന്നതിന് മുന്നേ എടുത്തിട്ട് ഞാൻ ശ്വാസം എടുക്കുന്നത്, മൂക്കടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓണം നാളെന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? തിരു ചേർത്ത് 2 നാളുകളെ വന്നിട്ടുള്ളൂ. ഒന്ന് ഓണം നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ നാളും, തിരുവാതിര മഹാശിവൻ്റെ നാളും, അല്ലേ, മഹാദേവൻ്റെ നാളും. ഇത് രണ്ടുമാണ് ചേർത്തിട്ട് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് വാമന അവതാരം പിറവിയെടുത്ത വാമന ജയന്തിയാണ്. വാമന അവതാരത്തിൽ മഹാവിഷ്ണു ജനിച്ച ദിവസത്തെയാണ് നമ്മൾ ഓണം എന്ന് പറയുന്നത്. നമ്മൾ അത്തപ്പൂവിൻ്റെ നടുക്ക് വയ്ക്കുന്ന ഒരു വലിയ രൂപമുണ്ടല്ലോ, തൃക്കാക്കര അപ്പൻ എന്ന് വിളിക്കും. അത് എന്താണെന്നറിയാമോ? അത് വാമന രൂപമാണ്. ആക്ച്വലി മഹാവിഷ്ണു ആണ് എന്നാണ് നമ്മൾ മനസ്സിൽ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിട്ടാണ് ആ രൂപം വെക്കുന്നത്. ആ രൂപം വെച്ചിട്ടുള്ള ആരെങ്കിലും തൃപ്പൂണിത്തറയ്ക്ക് അത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു, വയറ്റിലെ ജംഗ്ഷനിലുമൊക്കെ. അത് വാങ്ങിച്ചിട്ടുള്ള ആർക്കെങ്കിലും ഇതറിയാമായിരുന്നോ? മഹാവിഷ്ണുവായിട്ടാണ്, വാമന രൂപത്തിലുള്ള മഹാവിഷ്ണുവിനെ മനസ്സിൽ കണ്ടിട്ടാണ് അത് വയ്ക്കുന്നത്. കൂടാതെ മഹാബലിയും വയ്ക്കാറുണ്ട്. AD 1-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടിട്ടുള്ള മധുരൈ കാഞ്ചി ഞാൻ എഴുതി വെച്ചിരുന്നു. മധുരൈ കാഞ്ചി ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ മധുരൈ കാഞ്ചിയിൽ തിരുവോണം വിഷ്ണുവിൻ്റെ അല്ലെ മായോൻ എന്ന് പറയുന്ന വാമന അവതാരത്തിൻ്റെ ജയന്തിയായി ആഘോഷിക്കപ്പെടുന്നതായിട്ട് തമിഴ് കൃതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് തമിഴ് സംഘകാല കൃതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. സംഘകാല സാഹിത്യത്തിലെ പ്രശസ്തമായ കൃതിയാണ് മാങ്കുടി മാരുതനാർ രചിച്ച മധുരൈ കാഞ്ചി എന്ന് പറയുന്നത്. സംഘകാലത്തിന് ശേഷം വന്ന ഭക്തി പ്രസ്ഥാനമാണ് കാലത്തെ ആഴ്വാർ സാഹിത്യങ്ങൾ. ആഴ്വാർ സാഹിത്യകൃതിയിൽ ഓണം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് തമിഴ്നാടിന് ഓണവുമായുള്ള ബന്ധത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. തിരുമഴിശ്ശെ ആഴ്വാരുടെ കൃതികളിലാണ് വിഷ്ണുവുമായി ബന്ധപ്പെട്ടിട്ട് ഓണത്തെ ഓണവിഴവ് എന്ന പേരിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കേരളത്തിൽ മഹാബലിയുടെ വരവുമായി റിലേറ്റ് ചെയ്ത് ഓണം ആഘോഷിക്കുന്നതിന് മുന്നേ തന്നെ തമിഴ്നാട്ടിൽ ഇങ്ങനെ മഹാവിഷ്ണുവിൻ്റെ വാമന അവതാരം എടുത്ത ദിവസമായി കണക്കാക്കിയിട്ട് ഇത് ആഘോഷിച്ച് പോകുന്നുണ്ടായിരുന്നു. ഭാഗവത പുരാണ പ്രകാരം അസുരൻ അല്ലെങ്കിൽ ഒരു രാക്ഷസ ചക്രവർത്തിയായിരുന്നു ശരിക്കും മഹാബലി എന്ന് പറയുന്നത്. അത് നല്ല കറുത്തിരുണ്ടിട്ട് കുടവേറൊക്കെയുള്ള ഓലക്കുടയൊക്കെ പിടിച്ചൊരു രൂപത്തെ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ഇപ്പോൾ കാണുന്ന മഹാബലിയെ കാരിക്കേച്ചർ രൂപങ്ങളിലൂടെ നമ്മൾ മാറ്റിയെടുത്തതാണല്ലേ. നമ്മളെല്ലാവരും വെളുപ്പിക്കുന്നുണ്ടല്ലോ കുറച്ച്. പ്രഹ്ലാദൻ എന്ന് പറയുന്ന മഹർഷിയുടെ കൊച്ചുമകനും കാശ്യപ പ്രജാപതിയുടെ പരമ്പരയിൽപ്പെട്ട ആളുമാണ് നമ്മുടെ മഹാബലി തമ്പുരാൻ. ഇദ്ദേഹം ഭയങ്കര മഹാവിഷ്ണു ഭക്തനാണ്. അങ്ങനെ മഹാവിഷ്ണുവും കാശ്യപൻ്റെയും അതിഥിയുടെയും മകനായിട്ടാണ് വാമന രൂപത്തിൽ അവതരിക്കുന്നത്. അതായത് ഇരുവരും ഒരേ പാരമ്പര്യത്തിൽ കാശ്യപ പരമ്പരയിൽ അവതരിച്ചു എന്നുള്ളതാണ് പുരാണ സങ്കല്പം. ഇതിൽ ആര്യ ദ്രാവിഡ വിഭജനത്തിന് യാതൊരു സ്ഥാനവും പറഞ്ഞിട്ടില്ല ഇതിനുള്ളിൽ. മഹാബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ പറയുന്ന മഹാബലി, മഹാത്യാഗിയായ മഹാബലിയുടെ ഭരണത്തിൽ മഹാലക്ഷ്മി, നമ്മുടെ ലക്ഷ്മി ദേവി ഭയങ്കരമായി പ്രസാദിച്ച് ഭൂമിക്കും കേരളത്തിനും സർവ്വ ഐശ്വര്യങ്ങളും തന്നു. അങ്ങനെ ഇവിടെ സർവ്വ ഐശ്വര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ മഹാവിഷ്ണു ഭക്തി കൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഐശ്വര്യങ്ങളെല്ലാം വന്ന ശേഷം മഹാബലിക്ക് ഒരു ആഗ്രഹമുണ്ടായി, ഇവിടെ മാത്രം എനിക്ക് പോരാ, സ്വർഗം കൂടെ എനിക്ക് വേണം. അങ്ങനെ ആധിപത്യം നേടണം, സ്വർഗത്തിലും ഭൂമിയിലും സ്വർഗത്തിലും എനിക്ക് ആധിപത്യം നേടണം എന്ന് അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായി. മണി കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് എന്ന് വെച്ചാൽ പിന്നെ തോന്നുന്നത് പവറാണല്ലോ. ആദ്യം അന്നം മാറണം, പിന്നെ സമ്പൽ സമൃദ്ധി ഉണ്ടാവണം, പിന്നെ നമുക്ക് വേണ്ടത് പവറാണല്ലോ. ലോകം അങ്ങനെയാണല്ലോ കണ്ടുവരുന്നത്. അങ്ങനെ അദ്ദേഹത്തിനും തോന്നി. സ്വന്തം ഭവനം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ മഹാവിഷ്ണുവിനാണ്. അങ്ങനെ സ്വന്തം ഭവനം തന്നെ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ ദേവന്മാരെന്തോ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാവിഷ്ണുവിൽ അഭയം പ്രാപിച്ചു. ഈ ദേവന്മാരുടെയൊക്കെ മാതാവായ അതിഥി ദേവി ദേവന്മാരെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. അങ്ങനെ മഹാബലിയിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്നും
അങ്ങനെ മഹാവിഷ്ണു അതിഥി ദേവിയുടെ പുത്രനായി ജനിക്കുകയാണ് മഹാബലിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെയാണ് മഹാവിഷ്ണു അതിഥി ദേവിയുടെ മകനായ വാമനായി ജനിക്കുകയും മഹാബലി വളരെ ക്രൂഡായിട്ട് വാമനൻ വന്നിട്ട് ചോദിക്കുകയാണ്, പിന്നെ 3 അടി ഈയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, 3 അടി സ്ഥലം എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്ന വാമനൻ. അപ്പോൾ അങ്ങനെ മഹാവിഷ്ണു വാമന രൂപത്തിൽ അതിഥി ദേവിക്ക് ഇങ്ങനെയാണ് ജനിക്കുന്നത്, മനസ്സിലായോ? എന്നാൽ അദ്ദേഹത്തിൻ്റെ മഹാബലിയുടെ ഗുരുവായ ശുക്രാചാര്യൻ ഇത് മഹാബലിയെ വിലക്കിയിരുന്നു, അങ്ങനെ ചെയ്യരുത് എന്ന്. പക്ഷെ മഹാബലിക്ക് സമ്പൽ സമൃദ്ധിയായി അധികാരമായി ഭൂമി മൊത്തം വിളയാടാനുള്ള ഇനി സ്വർഗം മാത്രമേ ഉള്ളൂ പുള്ളിക്ക്, മനസ്സിലായോ? പക്ഷേ ഈ നിൽക്കുന്നത് മഹാവിഷ്ണു ആണെന്നും അദ്ദേഹം താൻ ഭജിക്കുന്ന മഹാവിഷ്ണു താൻ ഭജിക്കുന്ന ദൈവമാണെന്നും മനസ്സിലാക്കിയ മഹാബലിക്ക് ശുക്രാചാര്യരുടെ വാക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ചോദിച്ചതാണ് കൊടുക്കണം, അല്ലെ ദൈവമല്ലേ നമുക്കെല്ലാം തന്നെ, അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തുവെങ്കിലും തന്നോടുള്ള ഭക്തി കണ്ട വാമനൻ സംതൃപ്തനായിട്ട് അദ്ദേഹത്തിന് വെറും ഇരുട്ടടഞ്ഞ പാതാളം അല്ല ജീവിക്കാൻ കൊടുത്തിരിക്കുന്നത്. എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? സുതലം എന്ന സ്വർഗത്തേക്കാൾ മനോഹരമായ പാതാളത്തിലാണ് നമ്മുടെ മഹാബലി ഇപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെ 3 അടി ചോദിച്ചു, ഭൂമിയും ആകാശവും സ്വർഗവും ഒക്കെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ പാതാളത്തിലേക്ക് ലാസ്റ്റ് 3ാമത് ഭൂമിയും കഴിഞ്ഞു ആകാശം കഴിഞ്ഞു, 3ാമത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ തലയിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പാതാളത്തിലേക്ക് വാമനൻ ചവിട്ടിത്താക്കുമ്പോൾ അദ്ദേഹം എങ്ങോട്ടെന്ന് വെച്ചാൽ സുതലം എന്ന് പറയുന്ന സ്വർഗത്തേക്കാൾ മനോഹരമായ പാതാളത്തിലേക്കാണ് നമ്മുടെ മഹാബലി പോയിരിക്കുന്നത്. ഒന്നും പേടിക്കണ്ട, നമ്മുടെ രാജാവ് സേഫാണ്. അതേപോലെ അദ്ദേഹത്തോടൊപ്പം മഹാലക്ഷ്മിയും മഹാവിഷ്ണുവിൻ്റെ എല്ലാ സത്വഗുണങ്ങളും ഉണ്ട്. അതേപോലെ ചിരഞ്ജീവിയായി ഒരിക്കലും മരണമില്ലാതെ പാതാളത്തിൽ ജീവിക്കാൻ, സുതലം എന്ന് പറയുന്ന പാതാളത്തിൽ ജീവിക്കാൻ അദ്ദേഹത്തിന് വരവും വാമനൻ കൊടുത്തിരുന്നു. മനസ്സിലായി? മഹാവിഷ്ണു അവതാരത്തിൽ വന്ന വാമനൻ കൊടുത്തിരുന്നു. ഓൾസോ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ, അതായത് തിരുവോണം നാൾ എന്താണ്, മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ വാമനൻ അവതരിച്ച ആ ദിവസത്തെ നാളിൽ തന്നോടൊപ്പം, അതായത് മഹാവിഷ്ണുവിനൊപ്പം വന്ന തൻ്റെ പ്രജകളെല്ലാം കാണാനുള്ള അനുവാദവും വാമനൻ കൊടുത്തു. ഇനി ഓണത്തിൻ്റെ മഹാത്മ്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. തൻ്റെ ഭക്തൻ്റെ അഹങ്കാരം മാറ്റുകയും ചെയ്തു, അദ്ദേഹത്തിന് അമരത്വം നൽകി. ഒരിക്കലും മരണമില്ലാതെ തന്നോടൊപ്പം പ്രജകളെ കാണാൻ വരാനും എല്ലായ്പ്പോഴും പാതാളത്തിൽ സുഖമായി ജീവിക്കാനും തന്നെ ഭജിക്കാൻ ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തു ദൈവം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിന് രാജ്യം വിട്ടു പോകേണ്ടിയും വന്നു, മനസ്സിലായോ? അതിൻ്റെ ഓർമ്മപ്പെടുത്തലും ആണ് ഓണം. നമ്മൾ പറയുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരു കഥ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇങ്ങനെയൊക്കെ ഒരു തിരുക്കാഞ്ചി എന്ന് പറയുന്നൊരു ബുക്കുണ്ട് എന്ന് കണ്ടെത്തി അത് വായിച്ച് തന്നെ അറിഞ്ഞ ഫാക്ട്സാണിത്. മഹാബലി ഭരിച്ചിരുന്നത് 3 ലോകങ്ങളായിരുന്നു. വാമനൻ 3 അടി മണ്ണ് ചോദിച്ചത് ഈ 3 ലോകങ്ങളും ഉദ്ദേശിച്ചു തന്നെയാണ്. പരശുരാമൻ കടലിലേക്ക് മഴുവെറിഞ്ഞ് കേരളമുണ്ടായി എന്ന് പറയുന്നതിന് മുമ്പ്, യുഗങ്ങൾക്ക് മുൻപാണ് വാമനൻ ജനിക്കുന്നത്. അതിനാൽ മഹാബലി കേരളത്തിൻ്റെ മാത്രം രാജാവായിരുന്നു എന്നുള്ളത് പിൽക്കാലത്തുണ്ടായ ഒരു ജനകീയ സങ്കല്പം, അല്ലെ ഇത് വിളവെടുപ്പിൻ്റെ ആഘോഷമാണെന്നുള്ളത് ഒരു പിൽക്കാല സങ്കല്പമാണെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞ. അത് കേരളം എന്നായിരുന്നില്ല തമിഴ്നാട്, ആ ഒരു മനസ്സിലായോ എന്നാണ് പിൽക്കാല ഞാൻ വായിച്ചറിഞ്ഞ ഗ്രന്ഥങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 20ാം നൂറ്റാണ്ടിൽ ഏതാണ്ട് കേരളത്തിൽ ശക്തി പ്രാപിച്ച നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഈ മഹാബലി എന്ന് പറയുന്ന സങ്കല്പത്തെ വീണ്ടും ഒന്ന് ജനകീയവൽക്കരിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു സമയത്ത് ഭയങ്കരമായ 20ാം നൂറ്റാണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കരമായ ഒരു ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നല്ലോ. അപ്പോൾ ആ ഒരു വ്യവസ്ഥ തെറ്റാണ് എന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മഹാബലിയെ ഒരു സങ്കല്പ പുരുഷനായി മാറ്റി എല്ലാവരും ഒന്നുപോലെ ആയിരുന്നു, അങ്ങനെ വ്യവസ്ഥ ഇല്ലായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞു വെപ്പിച്ച് ആ ഒരു മഹാബലി എന്ന് പറയുന്ന സങ്കല്പത്തെ അങ്ങനെ ട്വിസ്റ്റ് അടിച്ചു. നല്ലതിന് വേണ്ടിയാണല്ലോ ചെയ്തത്, അതുകൊണ്ട് കൂടുതലും നമുക്കതിനെ ക്രിറ്റിസൈസ് ചെയ്യേണ്ട, നല്ലതാണല്ലോ അതുകൊണ്ട് സംഭവിച്ചത്. പിന്നെ നമ്മൾ ഓണത്തെ പറ്റി ഏറ്റവും കൂടുതൽ കേട്ട് വരുന്ന നമ്മുടെ BGM മ്യൂസിക് ഉണ്ട്, ടെന്നറാണ എന്ന് പറയുന്നത്. അതൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കേട്ടിട്ടുള്ള ഏതാണ്, മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അത് മലയാളമൊക്കെ ഉണ്ടായ ശേഷം നമ്മൾ എഴുതി ചേർത്ത കുറേ കൃതികളാണ്, അല്ലേ, കുറേ ഇതാണ്. പക്ഷെ അതിന് മുൻപേ ഉള്ള ലാംഗ്വേജാണ് തമിഴ്, തിരുക്കാഞ്ചി, മലയാളം എന്ന് പറഞ്ഞ് നമ്മൾ 56 ലെറ്റേഴ്സ് മാറ്റുന്നതിന് മുൻപേ ഉള്ളതാണ്. അത് നമ്മൾ ആലോചിക്കണം. അവർ ഓണം ഡേ മഹാവിഷ്ണുവിൻ്റെ വാമന ജയന്തിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഹൗ ഇറ്റ് കണക്റ്റഡ് വിത്ത് അവർ ഓണം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം.
പിന്നെ ഇവിടുത്തെ 20-ാം നൂറ്റാണ്ടിലെ സോഷ്യലിസ്റ്റ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, വാമനം വന്ന് മഹാബലിയെ ചവിട്ടി താഴ്ത്തുന്നത്. അപ്പോൾ എന്തിനെ മഹാബലി താഴ്ത്തപ്പെട്ടു അല്ലേ? വാമൻ എന്ന് പറയുന്ന മഹാവിഷ്ണു അവതാരം എന്തിനങ്ങനെ ചെയ്തു? ഞാൻ അമ്മ ഇത് പറഞ്ഞു തരുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ചെന്നിരുന്നിട്ട് ചോദിച്ചു, എന്തിനാ അമ്മ വാമനനെ അങ്ങനെ ചെയ്തേ? വാമനൻ അല്ലേ, കയ്യിൽ ഇതൊക്കെ ആയിട്ടാണ് എൻ്റെ മനസ്സിലൊരു വാമനൻ, പണ്ടേതോ ബാലരമയിൽ കണ്ട പുള്ളി എന്തിനായിരിക്കും അങ്ങനെ ചെയ്തേ എന്ന് ആ കഥയുടെ പിന്നിലുള്ള പോക്കാണ് എന്നെ ആരാണ് വാമനെന്നും എന്തിനാണ് മഹാബലിയെ ചവിട്ടി താഴ്ത്തതെന്നും മനസ്സിലായത്. ഇത് കേരളത്തിന് മാത്രം ഉത്സവമായത് എങ്ങനെയാണ് എന്നുള്ള അന്വേഷണത്തിലാണ്. കേരളത്തിൻ്റെ മാത്രമല്ല, കേരളം പിന്നീട് എപ്പോഴും, മലയാളം എന്ന് പറയുന്നത് പിന്നീട് എപ്പോഴും ലിപികളിലൊക്കെ ഉണ്ടായി, എഴുത്തച്ഛൻ ഒക്കെ മുൻകൈയെഴുത്തൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ്. അതിനു മുൻപ് ഉണ്ടായിരുന്നത് തമിഴായിരുന്നു. തെലുങ്കും മലയാളവും ഒക്കെ അതിന് ശേഷം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സാഹിത്യം, തമിഴ് സാഹിത്യത്തിലൂടെ തന്നെ മൂവ് ചെയ്താലേ ഇതിനൊക്കെ എനിക്കൊരു എക്സാക്റ്റ് ആൻസർ കിട്ടൂ എന്ന് ഞാൻ മനസ്സിലായി. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ വളരെ ലിബറലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഐ തിങ്ക് യു പീപ്പിൾ ഗോട്ട് ഇറ്റ്. ഞാൻ കുറച്ചൊക്കെ എഴുതി വെച്ചതൊക്കെയാണ്, നോട്ട് ചെയ്ത് വെച്ചത്, നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ബുക്സിൻ്റെയൊക്കെ പേര് ചില സമയങ്ങളിലെങ്കിലും ഞാൻ മറന്നു പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതൊരു പുതിയ അറിവാണെന്നുണ്ടെങ്കിൽ ഞാനത് അന്വേഷിച്ച് എന്ന് കണ്ടുപിടിച്ച് ഓണത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് അന്വേഷിച്ച് എന്ന് കണ്ടെത്തി ഇത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്. നിങ്ങളോട് ഇന്നത് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കാരണം സദ്യയും ചുറ്റവട്ടങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ തിരക്കിലായിപ്പോയി. അതല്ലാതെ എന്തായിട്ട് എനിക്ക് ഭയങ്കരമായ സഫോക്കേഷനുണ്ട്. പക്ഷെ എന്നിട്ടും ഞാൻ വീഡിയോ ചെയ്തു. കാരണം ഇന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ന് ചെയ്യാനല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.